നമ്മൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ക്യാബ് ബുക്ക് ചെയ്ത് പോകുകയും ലിഫ്റ്റ് വാങ്ങി പോകുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ കാലഘട്ടം കൂടിയാണ്. എല്ലാവരെയും വിശ്വസിക്കുന്നു, ആര് വിളിച്ചാലും അവരുടെ കൂടെ പോകുന്നു. ഓഫീസിൽ പോകാൻ സമയമായി, അതല്ലെങ്കിൽ കോളേജിൽ പോകാൻ സമയമായി, ഇന്റർവ്യൂവിന് സമയമായി പോയി, ഏത് വണ്ടിക്കും കൈ കാണിക്കുന്നു, അവര് വലിച്ചു കയറ്റുന്നു, കൊണ്ടുപോകുന്നു. പിന്നീട് കാണുന്നത് എന്തൊക്കെയാണ്? ദിനേന നമ്മൾ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളെ കുറിച്ചിട്ട് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ തന്നെ കാണാതാകുന്ന എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അതായത് ഓട്ടോയിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, ബൈക്കിൽ വന്നിട്ട് ഒരു യുവാവ് ചോദിക്കുന്നു, വരുന്നോ, ഞാൻ ഇന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഊബർ പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി നിന്റെ ID കാർഡ് എവിടെയെന്ന് ചോദിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകലമാന സംഭവങ്ങളെക്കുറിച്ചും അവഗാഹമുള്ള കുട്ടിയായതുകൊണ്ട് ID കാർഡ് ചോദിച്ചപ്പോൾ ID കാർഡില്ല. ഏത് ആപ്ലിക്കേഷനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആപ്ലിക്കേഷനില്ല. ഈ കൊച്ചിനെ നോക്കി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൊച്ചത് വീഡിയോ എടുക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ അവൻ ഒരു മുസ്ലിം യുവാവായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി ഇവർ വല വിരിച്ചിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമുക്ക് ചില പാഠങ്ങളും പഠനങ്ങളുമാണ് നൽകുന്നത്. ഹെൽമറ്റ് ധരിക്കാതെ ആക്സിഡന്റ് ആയി മരണപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളും ആ ഹെൽമെറ്റിന്റെ അപകട സാധ്യത, ധരിക്കാത്തതിന്റെ അപകട സാധ്യതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ വായിക്കുന്ന എന്തിനാ? അതുപോലെ ഒരു ഇൻസിഡന്റ് നമുക്ക് ഉണ്ടാകാതിരിക്കാനാ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകാതിരിക്കാനാ. ഒരു പക്ഷേ ഞാൻ ആ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ഒരല്പം സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ, ഞാൻ ഓവർടേക്ക് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, ഞാൻ കോമ്പറ്റീഷനിലേക്ക് ഈ വാഹനം ഓടിക്കുന്ന ഫീൽഡിലേക്ക് വരാതിരുന്നതെങ്കിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം വാർത്തകളിലൂടെ മുന്നറിയിപ്പുകൾ നൽകുന്നത്. മക്കളെ, പോയി വീഴല്ലേ. കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നിങ്ങളുടെ സഹവർത്തിത്വം ഏത് രൂപത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, അവരെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു വാർത്ത എന്തായിരുന്നു? 18 മാസം പ്രായമായ ഒരു കുഞ്ഞിന് മിഠായി വാങ്ങാനാണെന്നും പറഞ്ഞു കൊണ്ടുപോയതാണ്. ബന്ധുവായിട്ടുള്ള ഒരു 17കാരൻ തിരിച്ചു കൊണ്ടുവന്നു. കുഞ്ഞ് അനങ്ങുന്നില്ല. പാമ്പർ മാറ്റാൻ നോക്കിയപ്പോൾ മുഴുവനും ബ്ലഡ്. കുഞ്ഞ് കയ്യിലിരുന്ന് മരിച്ചു. കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടതെന്നും പറയുന്നില്ല. നമ്മൾ ചില അപകടങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചില ഉൾക്കാഴ്ച ഉള്ളവരായിരിക്കണം എന്ന് മാത്രം പറയുന്നു. വാർത്തയിലേക്ക്. नहीं, आप रैपिडो चलाते हो? दिखाओ आपका आईडी दिखाओ. Hi, I'm Siddhi and I live in Hyderabad. And वो आदमी से मैं लड़ते वक्त ये कपड़ों में हूँ, स्टॉल ओढ़ी हुई हूँ मैं, एंड मैं बाहर जा रही हूँ क्योंकि ठंड है. मैं कुर्ती पहन रखी हूँ एंड वो बंदा आगे आके मुझे बोल रहा है कि मैं ड्रॉप कर दूं क्या, ये कर दूं क्या, जबकि वो कोई रैपिडो ड्राइवर नहीं है. नहीं, आप आपकी आईडी दिखाओ. जब मैं आपको बुक करी नहीं तो आप इधर ठहर के पूछ कैसे सकते? हाँ दिखाओ, आप आपकी आईडी दिखाओ रैपिडो की. आपको नंबर प्लेट भी नहीं है, रैपिडो कैसे चला रहे हैं आप? दिखाओ दिखाओ. क्या नाम है आपका? बोलो, क्या है? इरफान. पूरा नाम क्या है? मैं आप आपकी आईडी दिखाओ रैपिडो की. दिखाओ रैपिडो की आईडी. गाड़ी चालू नहीं हो रही और आप मेरे को पूछ रहे हैं? हाँ बोलो, तो गाड़ी चालू नहीं हो रही तो आप मेरे को क्यों पूछ रहे हैं कुछ भी? आज से मैं बात करी, फिर आप मेरे को क्यों पूछ रहे हैं? कहीं भी छोड़ू क्या? रैपिडो चला के रैपिडो की आईडी दिखाओ. दिखाओ, दिखा ना. एंटर OTP ये दिखाओ. दिखाओ, ये रही इसकी आईडी. कुछ भी नहीं है. पूरा नाम बोल, नाम बोल, पूरा नाम बोल. मैं सीधा निकल अब यहाँ से. मेरे को गाड़ी स्टार्ट नहीं हो रही और आप मेरे को पूछ रहे हैं रैपिडो पे छोड़ दो. शर्म आ रही? धक्के मार लेते लेके जाओ. रैपिडो चला लेते हुए नको करो भैया. कोई जरूरत नहीं ऐसे लोगों की हेल्प करने की. बुक करी ना तुम्हारे को, ऑटो वाले से ऑटो पूछनी थी ना. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ. കാര്യം മനസ്സിലായില്ലേ? ഹൈദരാബാദിലെ ചാർമിനാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൊച്ച് ഒരു ഓട്ടോറിക്ഷ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ റാപ്പിഡ് ഡ്രൈവർ ആണ്, എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിനെ നിർബന്ധിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളിന്റെ വീഡിയോ ആണ്. നോക്കിയപ്പോൾ റാപ്പിഡിന്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പോലും ആളുടെ ഫോണിലില്ല. ID കാണിക്കാൻ പറഞ്ഞപ്പോൾ IDയും കാണിച്ചു തരാൻ വയ്യ. ഇവന്റെ പേര് മുഹമ്മദ് ഇർഫാൻ എന്നാണ് എന്ന് ഈ കൊച്ചു കണ്ടെത്തി. കൊച്ച് ലൈവ് ഇട്ടു, ആളുകളെ അറിയിച്ചു, ആള് രക്ഷപ്പെട്ടു. ഇത്ര അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാട്ടിലൊരു പ്രത്യേക മതവിഭാഗക്കാര് കാരണം മറ്റു മതവിഭാഗങ്ങൾക്കോ
മതമില്ലാത്തവർക്കോ സ്വസ്ഥമായും സ്വൈരമായും നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്തയാണ്. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങത്ത് ഗ്രീനോക്ക് എന്ന് പറയുന്ന കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്ക് എത്തിയ കുറച്ച് വനിതാ തൊഴിലാളികൾ, ഷെരീഫ് കമ്മത്തോ എന്തായിരുന്നു ആളുടെ പേരാ, ഷെരീഫ് കുമ്മോളി, അയാളാണ് ഈ കാറ്ററിംഗിന്റെ ഒക്കെ ഓൾ ഇൻ ഓൾ ആള്. അവിടെ ജോലിക്ക് വന്ന സ്ത്രീകൾ മതപരമായ വസ്ത്രം ധരിക്കണം, അത് നിർബന്ധമാണ്. തലയിൽ തട്ടമിടണം, നെറ്റിയിൽ സിന്ദൂരം പാടില്ല, അതുപോലെ പൊട്ടും പാടില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ ജോലിയുള്ളൂ. നിങ്ങൾ മുസ്ലിമായിരുന്നാൽ എൻ്റെ കാറ്ററിംഗിൽ നിങ്ങൾക്ക് ജോലിക്ക് എത്താം. അങ്ങനെ അവിടെ ജോലിക്ക് വന്ന മുഴുവൻ ഹിന്ദു സ്ത്രീകളും വന്നു പോയില്ലേ? അതിന്റെ പേരില് ഈ ഷെരീഫ് കുമ്മോളിയുടെ നേതൃത്വത്തിൽ അവര് മതവേഷം ധരിക്കേണ്ടി വന്നു. നോക്കണം, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അടിമ മനോഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത്. നമ്മുടെ രാജ്യത്തെ സെക്യുലറിസം ഇവര് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ആ മതേതരത്വമാണ് ഇവരെടുത്ത് വിനിയോഗിക്കുന്നത്. കല്യാണ പാർട്ടിയുടെ ആവശ്യപ്രകാരമാണ് അത്ര. പിന്നെ മുസ്ലിം സ്ത്രീകളെ മാത്രം എടുത്താൽ പോരായിരുന്നോ? ഹിന്ദു സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നിട്ട് പൊട്ടുമായിച്ച് തട്ടമിടിച്ചവർക്ക് ജോലി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഷെരീഫ് കുമ്മോളിക്ക്? അവിടെ വരുന്ന ആളുകളൊക്കെ തട്ടം ധരിച്ചാണ് ജോലി ചെയ്യാറുള്ളതത്രേ. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞു വിളിച്ചാ പോരെ? ആ രൂപത്തില് നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരുമായിരുന്നല്ലോ. ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് കോഴിക്കോട്. അവര് പറഞ്ഞത് മലബാർ പ്രത്യേകിച്ച് അവർക്കൊരു ജില്ലയാക്കി വേണമെന്നാ, അവർക്കൊരു സംസ്ഥാനമാക്കി വേണമെന്നാ പറഞ്ഞത്. അങ്ങനെ ആകാതിരുന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യവും കൂടി എത്തിയാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു അധോഗതി എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു വിഷയമാണ്. ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ചില വാർത്തകൾ ഇന്ന് കാണാനിടയായി. ഹൈദരാബാദിലെ ചാർമിനാർ പരിസരത്ത് വെച്ച് റാപ്പിഡോ ഡ്രൈവർ ആണെന്ന് അവകാശപ്പെട്ടു വന്ന വ്യക്തി, അയാളുടെ പേര് മുഹമ്മദ് ഇർഫാൻ എന്നാണെന്നാണ് പിന്നീട് അയാളുടെ ID കാർഡ് വെച്ചിട്ട് തിരിച്ചറിഞ്ഞത്. സിദ്ധി എന്ന പെൺകുട്ടിയോട് വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. അപ്പോൾ ID ചോദിക്കുന്നു, അത് കാണിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ബസ്സിൽ ഒരു പെണ്ണ് കയറുന്നു, ആകെ മൊത്തം മൂടിക്കെട്ടിയാണ്, സഞ്ചി നിറയെ സാധനമുണ്ട്. അപ്പോൾ ബസ്സിലെ കിളി പറയുന്നു, നിങ്ങളുടെ മുഖം കാണണം. അത് കാണിക്കാൻ പറ്റില്ല. നീ ഒരു കാഫിറല്ലേ, ഹറാമല്ലേ? എന്റെ മതം പറഞ്ഞതിനനുസരിച്ച് എന്റെ മതപരമായിട്ടുള്ള വസ്ത്രം ഞാൻ ധരിക്കുമ്പോൾ നീ എന്നോട് മുഖം കാണണമെന്ന് പറയാൻ പാടുണ്ടോ? അപ്പോ കിളി പറഞ്ഞു, ബസിന്റെ കിളി പറഞ്ഞു, എന്നാ പിന്നെ സഞ്ചിക്കകത്ത് എന്താണെന്ന് കാണിക്കേ. കാരണം ഇത്രയും ആളുകളുടെ ജീവൻ എന്റെ കയ്യിലാ. അതല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചിയിൽ എന്താണോ അതിനെ അപേക്ഷിച്ചിരിക്കും ഈ ബസ്സിനകത്തിരിക്കുന്ന ആളുകളുടെ നിർഭയത്വം. അവരുടെ സുരക്ഷ എനിക്ക് കണക്കാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഞ്ചിക്കകത്ത് എന്താണ് എന്ന് കാണിച്ചിട്ട് കയറിയാ മതി. നിങ്ങളുടെ മുഖം കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അതിന് തയ്യാറാകാതെ വന്നപ്പോൾ അവരെ കയറ്റിയില്ല. നോക്കണം. അതുപോലെ ഇതുപോലെയുള്ള നൂറുകണക്കിന് വാർത്തകൾ ദിനേന കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ ഇതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് ബോധോദയം നൽകുന്നുണ്ട്. അപ്പൊ കുട്ടി ചോദിക്കുന്നു, നിങ്ങളുടെ ID കാണിക്കൂ. ആ പെൺകുട്ടി ഏത് രൂപത്തിലുള്ള മനസാന്നിധ്യത്തോടു കൂടിയാണ് അത് ചോദിച്ചത്, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന് നോക്കണം. അങ്ങനെ ആ വ്യക്തിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. കാരണം അയാൾ ID കാണിക്കാൻ തയ്യാറാകുന്നില്ല. റാപ്പിഡ് ഡ്രൈവേഴ്സോ അങ്ങനെ ഇത്തരം ഓൺലൈൻ ടാക്സി ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർമാരുടെ ID, അതുപോലെ ആപ്പിലെ വിവരങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണമെന്നും സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ജിഹാദികൾ ഇറങ്ങിയിട്ടുണ്ടെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ പെൺകുട്ടി നൽകുന്നത്. സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടി നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടത്. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനല്ലേ അവൻ ശ്രമിച്ചത്. അവൻ പറഞ്ഞത് വിശ്വസിച്ച് ആ പെൺകുട്ടി പോയി ആ വണ്ടിക്കകത്ത് കയറിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ മറ്റൊരു ദുരന്ത വാർത്ത ചെയ്യേണ്ടി വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടാ ജംഷീർ എന്ന് പറയുന്ന പാലക്കാടുകാരന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിന്റെ വാതില് തല്ലി തകർത്തത്. ബസ്സിനകത്ത് കയറിയിട്ടാ തൂറാമുട്ടിയിട്ട് ഒരു പെണ്ണ്
ബസിന്റെ പിന്നെ ജനൽ ചില്ല് അടിച്ചു പൊട്ടിച്ചത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ. മുലയുരച്ചാണ് ഷിംജിത എന്ന് പറയുന്ന പെണ്ണ് ദീപക് എന്ന് പറയുന്ന യുവാവിനെ കൊന്നത്. ഇവര് കാരണം മറ്റുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ നിർഭയത്വത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്ലൈറ്റിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എയർപോർട്ടുകളിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും ഒക്കെ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. എം അക്ബറിന്റെ പീസ് സ്കൂളില് 8 വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിച്ചത് നിന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റേണ്ടുന്ന 5 സെഗ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താ? മാതാപിതാക്കൾ കാഫിറാണ്, അവരിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോളാൻ, ഷഹാദ സ്വീകരിക്കാൻ, കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വെക്കാൻ, ഹലാൽ ഫുഡ് കഴിക്കാൻ, ഹലാൽ പേര് സ്വീകരിക്കാൻ. ഇത് എന്തുവാണ് ഇത്? നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഓർത്തു പോകുവാണ്. ഇപ്പോ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനാണ് ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് ഐസിസിലേക്ക് പോയത്. അവിടെ നിന്നിട്ടാണ് അവൻ കുറച്ച് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അയച്ചു കൊടുത്തു. യുവാക്കൾക്ക് നിങ്ങൾ കാഫിറുകളെ കൊല്ലണം, എങ്ങനെ, എന്തെല്ലാം മാർഗങ്ങളുടെ ഒരു പിസ്റ്റൾ ഉപയോഗിക്കണം, മഹാകുംഭമേളയുള്ള പോലെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കുഫാറുകൾ എന്ന് അവൻ പ്രയോഗിച്ചത് കാഫിറുകൾ. അവരുടെയൊക്കെ ആഘോഷങ്ങൾ നടക്കുന്ന സദസ്സിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം, ഒന്നുമില്ലെങ്കിൽ കയ്യിൽ ഒരു കത്തിയെങ്കിലും എടുത്തോളാനെന്ന് അവൻ പറയുന്നത്. ഇത്തരം വിഷം വമിപ്പിക്കുന്ന ആളുകളുമായി നമ്മൾ ഒരുമിച്ച് ജീവിച്ചു പോയേ മതിയാകൂ. അത് വേറെ നമുക്ക് പലായനം ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ബംഗാൾ ഉൾക്കടലിലോ ചാടിച്ചാവൂ അല്ലാതെ നമുക്ക് വേറെ എങ്ങും പോയി രക്ഷപ്പെടാൻ പറ്റില്ല. ഇത്തരം സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് ശക്തമായിട്ടുള്ള മുൻകരുതലുകൾ അനിവാര്യമായി വന്നിരിക്കുന്നു ഇവിടെ ജീവിച്ചു പോകാൻ. ചാർമിനാറിന്റെ പരിസരത്തൊക്കെ ഓട്ടോ കാത്തു നിൽക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഒരു സംഭവം നടന്നു. സിദ്ധി എന്നൊരു പെൺകുട്ടി രാത്രി 9 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ചാർമിനാർ അറിയാമല്ലോ, ചാർമിനാറിന്റെ പരിസരത്ത് ഒരു ഓട്ടോ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ഈ റാപ്പിഡോ ഡ്രൈവർ ആണെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് അവരുടെ അടുത്തെത്തി അവരെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിദ്ധി എന്ന പെൺകുട്ടി ഒരല്പം മനസ്ഥൈര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഇങ്ങനെ ഒരു റൈഡ് ഓഫർ ചെയ്യുമ്പോൾ, റാപ്പിഡോ ഡ്രൈവർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ബൈക്കിലും സ്കൂട്ടിയിലും അല്ലെങ്കിൽ അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളിലും എല്ലാം, ഈ മോപ്പഡ് പോലുള്ള വാഹനങ്ങൾ ബൈക്കാണെങ്കിലും ഒക്കെ അവർ ഉപയോഗിക്കുന്നതാണ്. ഊബർ കാറുകളല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഈ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഗതാഗത കുരുക്കൊന്നും ഇല്ലാതെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുവാൻ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സഞ്ചാര സംവിധാനമാണ് ഈ റാപ്പിഡോ. അപ്പോൾ റാപ്പിഡോയുടെ ഡ്രൈവറാണെന്ന് അവകാശപ്പെട്ട് വന്ന ഈ വ്യക്തിയോട് റാപ്പിഡോയുടെ ID കാണിക്കുവാൻ പറഞ്ഞു ഈ കുട്ടി. അപ്പോൾ അദ്ദേഹം കുറച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം ID കാണിക്കാൻ പറഞ്ഞു. ID കാണിക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ID കാണിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ചെയ്തത് അയാളുടെ ഫോണിൽ റാപ്പിഡോയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി ഈ കുട്ടിയുടെ മുൻപിൽ വെച്ച് തന്നെ. അപ്പോൾ സിദ്ധി ആകെ ചെയ്തത്, വളരെ മനസാന്നിധ്യത്തോടു കൂടി ചെയ്തത്, ഈ വീഡിയോ, ഇതെല്ലാം നടക്കുന്ന വീഡിയോ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ അവർ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ആ വീഡിയോയിൽ. ആപ്പ് ഇപ്പോൾ ഇയാൾ റാപ്പിഡോയുടെ ആപ്പ് ഇപ്പോൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ആ വീഡിയോയിൽ. ആപ്പ് ഇപ്പോൾ ഇയാൾ റാപ്പിഡോയുടെ ആപ്പ് ഇപ്പോൾ ഇയാൾ ഡൗൺലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ മനസാന്നിധ്യത്തോടു കൂടി ആ സാഹചര്യം കൈകാര്യം ചെയ്തതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുട്ടി ഒഴിവായി ഇയാൾ വിട്ടുപോവുകയും അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിടുകയും ചെയ്തു, അപകടം മനസ്സിലായതോടുകൂടി. അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നത് മുഹമ്മദ് ഇർഫാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേര്. കൃത്യമായിട്ടുള്ള പേര് പുറത്തു വരുന്നതേ ഉള്ളൂ. ആ വീഡിയോ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം, ഈ നമ്മുടെ വീഡിയോയുടെ അവസാനം. അപ്പോൾ ചിത്രം, മുഹമ്മദ് ഇർഫാന്റെ ചിത്രം ഇപ്പോൾ ഒന്ന് കാണിക്കാം. ഇതാണ് മുഹമ്മദ് ഇർഫാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഹൈദരാബാദ് പോലും പുറത്തു വരുന്നതേ ഉള്ളൂ. ആ വീഡിയോ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം, ഈ നമ്മുടെ വീഡിയോയുടെ അവസാനം. ചിത്രം, മുഹമ്മദ് ഇർഫാന്റെ ചിത്രം ഇപ്പോൾ. എന്ത് കലുഷിതമായിട്ടൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ രൂപത്തിൽ ഇവരെ സംബന്ധിക്കുന്ന ഈ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മക്കൾ ഫോൺ എടുത്താൽ റീൽസും സിനിമയും അതുമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചുറ്റും സംഭവിക്കുന്ന ഇത്തരം അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മക്കളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നന്ദി.